ഗായ്സ്, ഞങ്ങൾ പറമ്പിൽ പോകുന്നു. മഴയാണ്, മഴ കുറഞ്ഞിട്ട് വേണം പോവാൻ. ഇവിടെ തനു കൂടെ എടുത്തോണ്ട് തനു ഇവിടെ ആണെങ്കിൽ ഇതാ മുടിയൊക്കെ ചീവി സുന്ദരി ആവാണ്. എവിടേക്ക് പോവാനാണ്? പറമ്പിൽ പോവാൻ റെഡി ആവാണ്. ഓക്കെ, ടാറ്റ ടാറ്റ. ഓ എന്താ ഓക്കെ ബൈ. പിന്നെ കാണാം. തിരികെ വരൂല. ഗൈസ്, മഴ കുറഞ്ഞു, നമ്മൾ പോവാ. എവിടാ ഗൈസ്, നമ്മൾ വന്നത് ചക്ക പറിക്കാനും. അവിടെ ഉണ്ട്, തപ്പിയെടുക്കണം. നടക്ക്. ഓര് നടന്നതിലേ നടക്ക്. പോ, വേണ്ട. അങ്ങ് നടന്നൂടാ. കപ്പളങ്ങ. ഇതാണ് നമ്മുടെ ചക്ക. അവസാനത്തെ ചക്ക ആയിരിക്കാനാണ് സാധ്യത. ആണോ ഗായ്സ്? ഇതാണ് നമ്മുടെ പറമ്പ്, അതിമനോഹരമായ പറമ്പ്. ഇതൊക്കെ നമ്മുടെ അച്ഛൻ നട്ടതാണ്. ഇതിൻ്റെ താഴെ കാണിച്ചിടാം. ഈ പറമ്പിൻ്റെ താഴെ വയലാണ്. ഈ വയലിലാണ് നമ്മൾ പോവാറ്. അതാ നമുക്ക് വേണ്ട ചക്കയൊക്കെ കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ പോകും. എന്നെ കൂട്ടാണ്ട് എല്ലാവരും പോയി. എന്നെ മാത്രം ഒറ്റക്കാക്കിയിട്ട് എല്ലാവരും പോയി. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ചുറ്റിലും കുറേ മരങ്ങൾ ഉണ്ട്. പിന്നെ ഗൈസ്, ഇവിടെയായിരുന്നു പണ്ടത്തെ നമ്മുടെ വീടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ജനിച്ചിട്ടില്ല. വീടുള്ളത് കാണുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ഇവിടെ എന്താണ്ടൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ യക്ഷിയോ പ്രേതോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്നാണ് കേൾവി. എനിക്കറിയാൻ പാടില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ ആയിട്ടൊരു കുഞ്ഞു കോഴിക്കൂടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ്ട് പണ്ട് ഇങ്ങനെ ഓടോ അങ്ങനെ എന്താണ്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു കോഴിക്കൂടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ മേലേക്ക് മാറിയത്. അതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് പ്രേതങ്ങളെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ചേച്ചിക്കൊക്കെ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടി എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. പിന്നെ വേറൊരു കഥയും കൂടിയുണ്ട്. കഥയാണ്, എനിക്കറിയാമല്ല. പ്രേതം വരുന്ന ഒരു കുളമുണ്ട് ഇവിടെ. ഇപ്പം അവിടെ കുളവും ഇതൊന്നുമില്ല. ഇന്ന് രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രേതത്തിനെ പേടിയാണ്. ഞാൻ ആ കുളം കാണിച്ചുതരാം. ആ കുളത്തിൽ നിന്നാണ് രാത്രി ആകുമ്പോഴത്തേക്കും പ്രേതം വരിക എന്നാണ് പറഞ്ഞിട്ട്. അടുത്ത കഥ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും ഇവിടെ വീടുണ്ടായിരുന്ന സമയത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് അച്ഛനില്ല, അച്ഛൻ എവിടെയോ കടയിൽ പോയി. അപ്പോൾ അച്ഛൻ്റെ പെങ്ങന്മാരുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ആളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ പറഞ്ഞു വിടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരും ഇവിടെ നിന്ന്. എന്നിട്ട് ആരോ വന്ന് വാതിൽ കൊട്ടി. അപ്പുറവും ഇപ്പുറവും ഒക്കെ കൊട്ടി. പിന്നെ ആരും അകത്തേക്ക് വന്നില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, കൊട്ടുന്നത് വന്ന ആളാന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു പേടിപ്പിക്കാണ്ട് അകത്ത് വാന്ന് പറഞ്ഞു. പിന്നെ പുറത്തു പോയി നോക്കിയപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു. അതൊക്കെയാണ് കേൾവി. സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ആ കുളം ഞാൻ കാണിച്ചുതരാം. ഇപ്പോഴും ഉണ്ട് കേട്ടോ കുളം. ഇതാ കുളം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ സാധനം ഇവിടെ ഇല്ലയെന്ന്.
കുളം ഉണ്ട്. പക്ഷെ പണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് അലക്കാറുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇപ്പം കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളം ഇല്ലയെന്ന്. പിള്ളേർക്ക് ഞാൻ ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുളം മൂടിപ്പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു അത്. ബ്രൈറ്റ്നെസ് പറയുന്നുണ്ട്. ഇങ്ങനെ തിരിഞ്ഞേക്കാം. അപ്പം ശരിയാവും. ഇങ്ങനെ തിരിഞ്ഞാൽ കിട്ടാം, ഇങ്ങനെ തിരിഞ്ഞാൽ തെളിച്ചാവും. അമ്മേ, ഇനി പിന്നെ എന്താ കാണിക്കാനുള്ള? ഇത് നമ്മുടെ കണിക്കൊന്ന, ചെറുത് കണിക്കൊന്നയാണ്. വിഷുവിന് 2 ദിവസം മുന്നേ വരെ ഇതിൽ പൂക്കളുണ്ടാവും. അതിന് ശേഷം ഇതിൽ പൂക്കളുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യൂല. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇതൊക്കെ അച്ഛൻ്റെ എന്തോ സാധനങ്ങളൊക്കെ. അമ്മേ, അതാ കാപ്പിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് പഴുത്തിട്ട് വേണം. എപ്പോൾ പഴുക്കുന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമുക്ക് പറിച്ച് കൊണ്ട് വിൽക്കാൻ, പൈസ വാങ്ങാൻ നമുക്ക്. അതൊക്കെയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ, ഇപ്പം ഉണ്ട്, ഇല്ലാത്തതിന് കുറവൊന്നുമില്ല. കുറേ കുരുമുളകും കാപ്പിയൊക്കെ നട്ട കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വന്ന് നമുക്ക് വിളവെടുത്ത് കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ കർഷകയാകണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷെ എനിക്ക് മടിയാണ് മെയിൻ. വല്ലപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങും, വീട്ടിലേക്ക് തിരിച്ചു പോവും. ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷെ എന്തെങ്കിലുമൊക്കെ നടന്നാലോ എൻ്റെ ആഗ്രഹങ്ങൾ. ചിലപ്പോൾ ഞാൻ കുരുമുളക് തൈ വെച്ചാലോ, കുരുമുളക് തൈയല്ല, കുരുമുളക് വള്ളി വെച്ചാലോ, ചിലപ്പോൾ ഞാൻ കാപ്പിത്തൈ നട്ടാലോ. അപ്പോൾ ഞാൻ വളർന്ന് വലുതാവുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥ ഞാനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ശരി, എന്നാൽ ഓക്കെ, ബൈ.